Hello all, welcome to Little Lab. മക്കളെ അപ്പോൾ നമ്മൾ ഹോമോലിറ്റിക്കലും ഹെട്രോലിറ്റിക്കൽ ക്ലീവേജും അതുപോലെ കോറിയൽ ആരോ ഒക്കെ നമ്മൾ പഠിച്ചു. അടുത്ത് നമ്മൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ജസ്റ്റ് നമ്മൾ ഒന്നും കൂടി പറയുന്നതാണ് റിയേജന്റുകൾ അല്ലേ. നമ്മൾ റിയേജന്റുകളായിട്ടുള്ള ഇലക്ട്രോഫൈൽസും ന്യൂക്ലിയോഫൈൽസും റാഡിക്കൽസും ഈ മൂന്ന് ആളുകളെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ആരൊക്കെയാണ്? ഇലക്ട്രോഫൈൽസ് ആരാണ്, ന്യൂക്ലിയോഫൈൽസ് ആരാണ്, റാഡിക്കൽസ് ആരാണെന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ആ ക്ലാസ്സിലൊക്കെ വീണ്ടും പറഞ്ഞിരുന്നു. ന്യൂക്ലിയോഫൈൽസ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ എന്താ ന്യൂക്ലിയസ് അല്ലേ, ന്യൂക്ലിയസ് ലവേഴ്സാ. ആരാണ് ലവ്വർമാർ? ആരവര് ലവ് ചെയ്യുന്നത്? ന്യൂക്ലിയസിനെയാണ്. ന്യൂക്ലിയസിനെ ലവ് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കണം? ന്യൂക്ലിയസിന് ഏതാ ചാർജ്? നമ്മൾ ചെറുപ്പത്തിലേ ചെറിയ ക്ലാസ് പഠിക്കാറുണ്ട് അല്ലേ. ന്യൂക്ലിയസിൽ എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോൺസ് ഒക്കെ ഉണ്ടാവുക എവിടെയാണ്? ന്യൂക്ലിയസിൽ. അപ്പൊ ന്യൂക്ലിയസിനെ ലവ് ചെയ്യണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം? നെഗറ്റീവ് ചാർജ് വേണ്ടേ. അപ്പൊ നെഗറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? ന്യൂക്ലിയോഫൈൽസ്. അപ്പോൾ ന്യൂക്ലിയോഫൈൽസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ലവേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ വാക്ക് തന്നെ കിട്ടി. അവർക്ക് ഏതാ ചാർജ്? നെഗറ്റീവ് ചാർജ് ആണ്. ഇനി മാറൂലല്ലോ. ഇനി നോക്കിയേ അതിന്റെ ഡെഫിനിഷൻ നോക്കിയേ. എ ന്യൂക്ലിയോഫൈൽസ് is a species that donate a pair of electron to form a bond with electrophile. എന്താ പറഞ്ഞത് മക്കളെ? നോക്കിയേ, എന്ത് ചെയ്യും? ഡൊണേറ്റ് ചെയ്യും അല്ലെ. ന്യൂക്ലിയോഫൈൽസ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. ആരിലേക്ക്? ഇലക്ട്രോഫൈൽസിലേക്ക് ഡൊണേറ്റ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ഒരു ബോണ്ട് ഫോം ചെയ്യും അല്ലെ. അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? ന്യൂക്ലിയോ ഫൈൽസ് എന്ന് പറയാം. എങ്ങനെ? ലോൺ പെയേഴ്സോ അല്ലെങ്കിൽ ബൈ ബോൺസോ ഒക്കെ എന്ത് ചെയ്യും? പോസിറ്റീവ് സെന്ററുകളായിട്ടുള്ള എന്തെങ്കിലും ഇലക്ട്രോഫൈൽസിലേക്കോ അല്ലെങ്കിൽ ഡെൽറ്റ പോസിറ്റീവ് സെന്ററിലേക്കോ എന്ത് ചെയ്യും? ഡൊണേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ന്യൂക്ലിയോഫൈൽസ് ഇലക്ട്രോഫൈൽസുമായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യും. ഇവരെയാണ് നമ്മൾ എന്ത് പറയാ? ന്യൂക്ലിയോഫൈൽസ് പറയാം. എക്സാമ്പിൾ ഒരു ന്യൂക്ലിയോഫൈൽസ് ആണ്. എന്തായാലും മറക്കാത്തൊരു എക്സാമ്പിൾ ആണ് എന്ത്? OH മൈനസ് കേട്ടോ. OH മൈനസ് ഒരു ന്യൂക്ലിയോഫൈൽ ആണ്. ഹൈഡ്രോക്സൈഡ് എന്നാണ് നമ്മൾ OH മൈനസിനെ പറയാം. കോമൺ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ന്യൂക്ലിയോഫൈൽ ആണ് ആര്? OH മൈനസ്. പിന്നെ ആരാണ്? NH3 അമോണിയ. ഒരു എന്താണ്? ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽ ആണ്. ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽ ചോദിച്ചാൽ ഏത് പറയണം നിങ്ങൾ? അമോണിയ NH3 ആണ്. പിന്നെ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെ അല്ലേ ഹാലൈഡ്സ് അയോൺ. ഗുഡ് ന്യൂക്ലിയോഫൈൽ SN2 റിയാക്ഷൻ. SN2 റിയാക്ഷനിലെ ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് SN2 റിയാക്ഷൻ SN1 ഉണ്ട് SN2 ഉണ്ട് കേട്ടോ. അതിൽ SN2 റിയാക്ഷൻസിലെ എന്താണ്? ഗുഡ് നല്ലൊരു ന്യൂക്ലിയോഫൈൽസ് ആരൊക്കെയാണ്? ക്ലോറിനും ബ്രോമിനും അയഡിനൊക്കെ എന്താണ്? ഗുഡ് ന്യൂക്ലിയോഫൈൽസ് ആണ്. അതുപോലെ സയനൈഡ് SN മൈനസ്. സയനൈഡ് എന്താണ്? ഒരു സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ ആണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽ ആണ് ആര് മക്കളെ? SCN മൈനസ് സയനൈഡ്. അതുപോലെ വാട്ടർ എന്ന് പറയുന്നത് ഒരു വീക്ക് ന്യൂക്ലിയോഫൈൽ ആണ്. ഒരു വീക്ക് ന്യൂക്ലിയോഫൈൽ ആണ് വാട്ടർ. സ്ട്രോങ് ആയിട്ടുള്ളതാണ് ആര്? സയനൈഡ്. അതുപോലെ എന്താണ്? ന്യൂക്ലിയോഫൈൽ SN2 റിയാക്ഷനിലെ ഗുഡ് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽസ് ആണ് ക്ലോറിനും ബ്രോമിനും അയഡിനും ഒക്കെ. അമോണിയ ഒരു ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽ ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ന്യൂക്ലിയോഫൈൽസിനെ കുറിച്ച് മനസ്സിലായില്ലേ? നമുക്ക് സിമ്പിൾ ആയിട്ട് ആ പേര് കേട്ടാൽ തന്നെ എഴുതാം അല്ലെ എക്സാമിന് അല്ലേ. അടുത്ത ആരാണ്? ഇലക്ട്രോഫൈൽസ്. ആരെയാണ് നമ്മളെ കുറിച്ച് പഠിക്കുന്നത്? ഇലക്ട്രോഫൈൽസ്. വാട്ട് ഈസ് ദ ഇലക്ട്രോഫൈൽസ്? നേരെ ഓപ്പോസിറ്റ് എടുക്ക്. ന്യൂക്ലിയോഫൈൽസ് പഠിച്ച ആൾക്കാർക്ക് എന്ത്? ഇലക്ട്രോഫൈൽസ് ഇലക്ട്രോൺ ലവേഴ്സ്. ഇലക്ട്രോണിന്റെ ചാർജ് ഏതാണ്? നെഗറ്റീവ്. വെരി ഗുഡ്. ഏതാണ്? നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസുകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അപ്പൊ അവരുടെ ചാർജ് എന്തായിരിക്കും മക്കളെ? പോസിറ്റീവ് ചാർജ് ആയിരിക്കും അല്ലെ. ഇലക്ട്രോൺസ് ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് വേണം? ഓപ്പോസിറ്റീവ് ചാർജ് വേണം അല്ലെ. അപ്പൊ നമ്മൾ ഗാന്ധമൊക്കെ അട്രാക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഓപ്പോസിറ്റീവ് ധ്രുവങ്ങൾ വേണ്ടേ? അതേപോലെ എന്ത് ചെയ്യണം? ഇലക്ട്രോൺസ് നെഗറ്റീവ് ആണെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്ത് ചാർജ് വേണം? പോസിറ്റീവ് വേണം. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരാണ് ആര്? ഇലക്ട്രോഫൈൽസ്. ഇലക്ട്രോൺ ലവേഴ്സ് ആണ്. ഇനി ഡെഫിനിഷൻ നോക്കിയേ. ഇലക്ട്രോഫൈൽ ഈസ് എ സ്പീഷ്യസ്. അതൊരു സ്പീഷ്യസ് ആണ് that accept electron pairs from the nucleophile. ന്യൂക്ലിയോഫൈലിൽ നിന്നും ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ഇലക്ട്രോഫൈൽസ്. ഹാസ് പോസിറ്റീവ് ചാർജ് ഓർ പാർഷ്യലി പോസിറ്റീവ് ചാർജ് ഈസ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് അറ്റാക്ക് ലോൺ പെയേഴ്സ് ആൻഡ് പൈ ബോൺസോ ലോൺ പെയേഴ്സോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഇവിടെയുള്ള പോസിറ്റീവും പാർഷ്യലി പോസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഫൈൽസിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇലക്ട്രോഫൈൽസുകളുടെ എക്സാമ്പിൾസ് നോക്കിയാൽ അത് ഫസ്റ്റ് നമുക്കുള്ള എക്സാമ്പിൾ ഏതാ മക്കളെ? ഏതാണ്? H+. H+ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ. H+നെയാണ് നമ്മൾ എന്ത് പറയാ? പ്രോട്ടോൺസ് എന്ന് പറയാം കേട്ടോ. ഇലക്ട്രോഫൈലിന്റെ എക്സാമ്പിൾ ആണ് H+ കേട്ടോ. അപ്പോൾ H+ എന്നാണ് പറയുന്നത് എന്താണ്? ഒരു വെരി
വെരി സ്ട്രോങ് ഇലക്ട്രോഫൈൽ ആണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള എന്താണ് ഇലക്ട്രോഫൈൽ ആണ് പ്രോട്ടോൺ അഥവാ H+ എന്ന് പറയുന്നത്. അതുപോലെ Br2 Cl2, Br2 ലെ ബ്രോമിനും ക്ലോറിനും ഒക്കെ അല്ലെങ്കിൽ ഹാലജൻസ് ഒക്കെ എന്താണ് അഡിഷൻ റിയാക്ഷനിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഫൈൽസുകളാണ്. അതുപോലെ തന്നെ ഫെഡറൽ ക്രാഫ്റ്റ് റിയാക്ഷനിലുണ്ട് കേട്ടോ. ഫെഡറൽ ക്രാഫ്റ്റ് റിയാക്ഷൻസ് ഉണ്ട്, അഥവാ RCO CH3 ഒക്കെ വരുന്ന ഫെഡറൽ ക്രാഫ്റ്റ് റിയാക്ഷൻസ് നിങ്ങൾ പഠിക്കും. അപ്പോൾ ഫെഡറൽ ക്രാഫ്റ്റ് റിയാക്ഷൻസിൽ എന്താണ് AlCH3 ഒരു ലൂയിസ് ആസിഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? RCO+ അസൈൽ, RCO+നെയാണ് നമ്മൾ RCO+നെ നമ്മൾ എന്ത് പറയാ? അസൈൽ കാറ്റയോൺ എന്ന് പറയുന്നത് കേട്ടോ. ഈ അസൈൽ കാറ്റയോണ് അസൈൽ ക്ലോറൈഡ്സ് നിന്ന് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ AlCl3 എന്ന് പറയുന്ന ഒരു ലൂയിസ് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ് കാർബോ കാറ്റയോണ് അല്ലെ R+ അല്ലെ R+ എന്ന് പറയുന്നത് വെരി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോഫൈൽ ആണ്. R+ നമ്മൾ നമ്മുടെ റിയാക്ഷനിൽ ഫോം ചെയ്യുന്ന R+ എന്താണ് വെരി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയോ ഇലക്ട്രോഫൈൽ ആണ്. എന്താണ് ഇലക്ട്രോഫൈൽ ആണ് ഏത്? R+ എന്ന് പറയുന്നത് കേട്ടോ മക്കളെ. അപ്പൊ ഇലക്ട്രോഫൈലും സെറ്റ് അല്ലേ? അടുത്ത നമുക്ക് എന്താ നോക്കണ്ടേ? ഫ്രീ റാഡിക്കൽസ്. ഫ്രീ റാഡിക്കൽ എങ്ങനെ ഉണ്ടാവുന്ന അറിയില്ലേ? ഹോമോലിറ്റിക്കൽ ക്ലീവേജ് നടക്കുമ്പോഴാണ് നമ്മൾ എന്താണ് ലോൺ പെയേഴ്സ് ഒക്കെ ഉള്ള ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവേണ്ടത്. ഫ്രീ റാഡിക്കൽ ഇസ് എ സ്പീഷ്യസ്, അതൊരു സ്പീഷ്യസ് ആണ് ദാറ്റ് കണ്ടെയ്നിങ് അൺപെയർ ഓഫ് ഇലക്ട്രോൺസ്. അതിൽ എന്തുണ്ടാവും? അൺപെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. ഫോംഡ് ബൈ ഹോമോലിറ്റിക്കൽ ബോണ്ട് ക്ലീവേജ്, വെരി റിയാക്റ്റീവ് ഇനിഷ്യേറ്റഡ് കെമിക്കൽ ചെയിൻ റിയാക്ഷൻസിന്റെ ഇനിഷ്യേഷനിലൊക്കെ എന്താണ് വെരി റിയാക്റ്റീവ് ആയിട്ടുള്ള എന്ത് ഫോം ചെയ്യും? ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യും. എങ്ങനെ ഫോം ചെയ്യുന്നത്? ഹോമോലിറ്റിക്കൽ ക്ലീവേജ് ആണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? ഇപ്പൊ നമ്മൾ പഠിച്ചത് തന്നെയാണ് അല്ലേ? Cl2 നമുക്ക് എങ്ങനെ എഴുതാം? Cl അല്ലെ. ഇതിലേക്ക് നമ്മളൊരു UV ലൈറ്റ് ഇതാക്കുമ്പോൾ എന്തും ഹോമോലിറ്റിക്കൽ ക്ലീവേജ് നടക്കും അല്ലെ. നമ്മൾ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടും ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടും പോകും, എന്നിട്ട് 2 Cl റാഡിക്കൽസ് ഫോം ചെയ്യും അല്ലെ. അതാണ് ഒരു എക്സാമ്പിൾ. Cl റാഡിക്കൽ ആണ് എന്താണ് ഫ്രീ റാഡിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. ക്ലോറിന്റെ റാഡിക്കൽ. പിന്നെ എന്താണ് മീഥൈൽ റാഡിക്കൽ. നമ്മൾ എന്താ CH3 റാഡിക്കൽസ് ഫോം ചെയ്യും. അഥവാ ഇൻ കമ്പഷൻ, അഥവാ നമ്മൾ CH4 ഒക്കെ കമ്പഷൻ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും? CH3 ഓക്സിജന്റെ പ്രസൻസിലൊക്കെ കമ്പഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? CH3 മീഥൈൽ റാഡിക്കൽ ഫോം ചെയ്യും. അതുപോലെ എന്താണ് ഹൈഡ്രോക്സി റാഡിക്കൽ എന്താണ് അറ്റ്മോസ്ഫിയറിക്കൽ കെമിസ്ട്രിയിലൊക്കെ നമ്മൾ കാണുന്നതാണ് എന്ത്? OH റാഡിക്കൽസ് അഥവാ ഹൈഡ്രോക്സൈഡ് റാഡിക്കൽസ് കേട്ടോ. ഇതൊക്കെയാണ് Cl റാഡിക്കൽ, CH3 റാഡിക്കൽ, OH3 റാഡിക്കൽസിലൊക്കെയാണ് നമ്മൾ എന്തിന് എക്സാമ്പിൾ? ഇലക്ട്രോഫൈൽസുകൾക്ക് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് കേട്ടോ. സോറി, ഇലക്ട്രോഫൈൽസുകളൊക്കെ അല്ല, ഫ്രീ റാഡിക്കൽസിന് എക്സാമ്പിൾ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ന്യൂക്ലിയോഫൈൽസ് പഠിച്ചു, ഇലക്ട്രോഫൈൽസ് പഠിച്ചു, പിന്നെ എന്ത് പഠിച്ചു? ഫ്രീ റാഡിക്കൽസ് പഠിച്ചു. ഓക്കെ അല്ലേ? അപ്പൊ ഓക്കെ സെറ്റ് അല്ലേ? ഈ 3 കാര്യങ്ങൾ ഓക്കെ അല്ലേ?